الرحيم ولقد جاءكم موسى بالبينات ثم اتخذتم العجل من بعده وأنتم ظالمون وإذ أخذنا ميثاقكم ورفعنا فوقكم الطور خذوا ما آتيناكم بقوة واسمعوا قالوا سمعنا وعصينا وأشربوا في قلوبهم العجل بكفرهم قل بئس ما يأمركم به إيمانكم إن كنتم مؤمنين قل إن كانت لكم الدار الآخرة عند الله خالصة من دون الناس فتمنوا الموت إن كنتم صادقين ولن يتمنوه أبدا بما قدمت أيديهم والله عليم بالظالمين ولتجدنهم أحرص الناس على حياة ومن الذين أشركوا يود أحدهم لو يعمر 1000 سنة وما هو بمزحزحه من العذاب أن يعمر والله بصير بما يعملون قل من كان عدوا لجبريل فإنه نزله على قلبك بإذن الله مصدقا لما بين يديه وهدى وبشرى للمؤمنين من كان عدوا لله وملائكته ورسله وجبريل وميكال فإن الله عدو للكافرين ولقد أنزلنا إليك آيات بينات وما يكفر بها إلا الفاسقون أوكلما عاهدوا عهدا نبذه فريق منهم بل أكثرهم لا يؤمنون ولما جاءهم رسول من عند الله مصدق لما معهم نبذ فريق من الذين أوتوا الكتاب كتاب الله وراء ظهورهم كأنهم لا يعلمون واتبعوا ما تتلو الشياطين على ملك سليمان وما كفر سليمان ولكن الشياطين كفروا يعلمون الناس السحر وما أنزل على الملكين ببابل هاروت وماروت وما يعلمان من أحد حتى يقولا إنما نحن فتنة فلا تكفر فيتعلمون منهما ما يفرقون به بين المرء وزوجه
من خلاق ولبئس ما شروا به أنفسهم لو كانوا يعلمون. بسم الله الرحمن الرحيم. الحمد لله رب العالمين. محمد وعلى آله وأصحابه أجمعين. أما بعد. സൂറത്ത് അൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിൻ്റെ അർത്ഥവും വിശദീകരണവുമാണ് പറഞ്ഞു വരുന്നത്. സിഹ്റാണ് വിഷയം. ഇന്ന് പ്രത്യേകിച്ച് ഇപ്പോൾ ഏതാനും ദിവസങ്ങളായിട്ട് വളരെ വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയകളിലൊക്കെ ഈ സിഹ്റുമായി ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ചില കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇപ്പം ചില കാര്യങ്ങൾ ഇപ്പം നമ്മളിവിടെ ക്ലാസ്സിൽ പൊതുവെ നമ്മളെ ഖുർആൻ ക്ലാസ്സിൽ ഖുർആനും ഹദീസും ഇങ്ങനെ പൊതുവെ പറഞ്ഞു പോകാമെന്നല്ലാതെ നമ്മളിങ്ങനെ ഈ വ്യക്തികളെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സംഘടനയെയോ ഗ്രൂപ്പിനെയോ ഒന്നും പ്രതിപാദിച്ചുകൊണ്ട് സംസാരിക്കാറില്ല. പക്ഷെ ചില കാര്യങ്ങൾ അതിൻ്റെ വ്യക്തതക്ക് ഒരു പക്ഷേ നമുക്കത് പറയേണ്ടി വരും. എന്താന്ന് ചോദിച്ചാൽ, സിഹ്റിന് ഒരു ഹക്കീക്കത്തും ഒരു തഅ്സീറും അഥവാ സത്യവും സ്വാധീനവും ഇല്ല എന്ന്, സിഹ്റിന് ഒരു ഹക്കീക്കത്തും തഅ്സീറും ഒരു സത്യവും ഒരു സ്വാധീനവും ഇല്ല എന്ന് പരസ്യമായി പ്രസംഗിക്കുകയും പ്രബോധനം നടത്തുകയും ചെയ്യുന്ന ഒരു വിഭാഗം വല്ലാതെ വ്യാപിച്ചു വരുന്നു. ഖുർആനിലെ ആയത്തുകളെയും ഒട്ടനവധി ഹദീസുകളെയും അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാരുടെ ബഹുഭൂരിപക്ഷം, നല്ല മുഴുവൻ അഭിപ്രായത്തെയും തട്ടിമാറ്റിയിട്ടല്ലാതെ ഇങ്ങനെ ഒരു ആശയം പറയാൻ കഴിയില്ല. ഇപ്പം ഞാൻ അതിന് തുടക്കത്തിൽ തന്നെ ഒരു കാര്യം പറയാം. ഈ ആയത്തിൽ അല്ലാഹ് പറയാണ്, നമ്മൾ പഠിച്ച ആയത്താണ്, നിങ്ങൾക്ക് മനപ്പാടുള്ള ആയത്താണ്. വത്തബഉ മാ തത്ലു ശയാത്തീനു അലാ മുൽക്കി. എന്നിട്ട് അല്ലാഹ് പറയുന്ന വാക്ക് ശ്രദ്ധിക്കണം. വമാ കഫറ സുലൈമാൻ. ശ്രദ്ധിക്കണേ, വമാ കഫറ സുലൈമാൻ. സുലൈമാൻ നബി സത്യനിഷേധി ആയിട്ടില്ല. ശ്രദ്ധിക്കണേ, വമാ കഫറ സുലൈമാൻ വലാകിന്ന ശയാത്തീന കഫറു. ശൈത്താന്മാരാണ് കാഫിരീങ്ങളായത്. എന്തുകൊണ്ട്? ബാക്കി എങ്ങനെ? യുഅല്ലിമൂനന്നാസ സിഹ്റ. യുഅല്ലിമൂനന്നാസ സിഹ്റ. ആരാണ് സിഹ്ർ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കുക വഴി? യുഅല്ലിമൂന, അവർ പഠിപ്പിച്ചു കൊടുത്തു. ഇപ്പൊ ചോദ്യം എന്താ അറിയോ? എങ്ങനെയാണ് ശൈത്താനായിട്ട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയുക? ശൈത്താൻ എങ്ങനെ ഇങ്ങോട്ട് ബന്ധപ്പെടുക? ഇതൊക്കെയാണ് ചോദ്യം. ഇത് രണ്ടിനും പടച്ചോനാ ഖുർആനിൽ പറഞ്ഞു. നെസ്സാണിത് ഖുർആന്റെ. യുഅല്ലിമൂന, അവർ പഠിപ്പിച്ചു കൊടുത്തു. ആരാണ് ഈ അവർ? ശൈത്താന്മാര്. യുഅല്ലിമൂന നാസ, ആർക്ക്? എന്ത് പഠിപ്പിച്ചു? സിഹ്റ. സിഹ്ർ പഠിപ്പിച്ചു കൊടുത്തു. ഈ സിഹ്ർ മാജിക് അല്ല, ജാലവിദ്യ അല്ല എന്ന് ഉറപ്പല്ലേ? അല്ലേ? ശൈത്താന്മാര് പഠിപ്പിച്ചു കൊടുത്ത സിഹ്ർ. അപ്പൊ സിഹ്ർ ചെയ്യുക വഴി, സിഹ്ർ പഠിക്കുക വഴി, സിഹ്ർ പഠിപ്പിക്കുക വഴി ഒരാൾ കാഫിറാവും. കാഫിറാകുന്ന സംഗതിയാണിത്. മനസ്സിലാവുണ്ടോ? ഇനി ഞാൻ പറഞ്ഞല്ലോ, പിന്നെ ചില കാര്യം നമ്മൾ എടുത്ത് പറയേണ്ടിയിരുന്നു പറഞ്ഞല്ലോ, അത് ഇനി ഞാൻ പറയാൻ പോവാണ്. അതെന്താന്ന് വെച്ചാൽ, ബഹുമാനനായ ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി ജനിച്ച് നടന്ന് ജീവിച്ച് വളർന്ന മണ്ണിലാണ് നമ്മളുള്ളത്. മനസ്സിലാണ്ട് പറഞ്ഞത്? ആ ചെറിയ മുണ്ടം എഴുതിയ
പറപ്പൂർ കുഞ്ഞു മുഹമ്മദ് മദനിയോടൊപ്പം എഴുതിയ ഖുർആൻ പരിഭാഷ കേരളത്തിൽ മാത്രമല്ല മലയാളികൾ എവിടെയൊക്കെ ഉണ്ട് അവിടെ മുഴുവനുണ്ട്. മസ്ജിദുൽ ഹറമിൽ, മസ്ജിദുൽ നബവിയിൽ വെച്ചിട്ടുള്ള ഏക ഖുർആൻ പരിഭാഷ മലയാളം ആരുതാ? ചെറിയമുണ്ടത്തിൻ്റെതാണ് പരിഭാഷന്. സൗദി അറേബ്യയിൽ ഖുർആൻ പ്രസ്സിൽ, സൗദി അറേബ്യയിലെ ഖുർആൻ പ്രസ്സിൽ, മദീനയിലെ ഖുർആൻ പ്രസ്സിൽ അച്ചടിക്കുന്ന മലയാള പരിഭാഷ ഏതാണ്? ഇത് പഠന വിധേയമാക്കാതെ ഒരു ഖുർആൻ പരിഭാഷ അവിടെ എടുക്കൂല. മനസ്സിലായില്ലേ? ഖുർആൻ പരിഭാഷ മാത്രമല്ല, എന്തും പരിശോധിക്കാതെ ഒരു എടുക്കൂല. ഏതിപ്പം കുറച്ച് മുമ്പ് പിന്നെ ലോഡ് കണക്കിന് കറിവേപ്പിൽ അവിടുന്ന് ഒഴിവാക്കിയ സൗദി അറേബ്യ ഇവിടുന്ന് ഇന്ത്യയിൽ നിന്ന് കയറ്റി അയച്ചത്. എന്തേ കാരണം? അവർ ലാബിൽ പരിശോധിച്ചപ്പോൾ അതിൽ വിഷാംശം കണ്ടുന്നാ. ഒരു സംഗതിയും അവിടെ സൗദിക്ക് ഖുർആൻ പരിഭാഷ മാത്രമല്ല ഒരു സംഗതി ഒരു പരിശോധിക്കാതെ വിടൂല. പിന്നെ അക്കീദന്റെ വിഷയം പറയണോ? ഇതൊരു കറിയിലിടുന്ന ഇലന്റെ വിഷയപ്പത് തിരിച്ചയച്ചത് ലോഡ് കണക്കിന്. പിന്നെ അക്കീദന്റെ വിഷയം പറയണ്ട. അവർ പഠിച്ച് പരിശോധിച്ചിട്ടാണ് ഈ പരിഭാഷ. കേരളത്തിലെ മുഴുവൻ മുജാഹിദുകളും അതിന് അഭിപ്രായ വ്യത്യാസമില്ല. ഞാൻ വ്യക്തമായിട്ട് പറയാൻ പോണെന്ന് എന്താ പറയുക, 2 പള്ളി, ഒന്ന് മസ്ജിദുൽ ഹുദ നമ്മളെ തൊട്ടടുത്തുള്ള, ഒന്ന് ദേവദാറ് പള്ളി സ്കൂളിൻ്റെ അടുത്തുള്ള. ഈ 2 പള്ളിയും കൊണ്ട് നടക്കുന്ന അതിലെ പ്രധാനപ്പെട്ട ആളുകൾ സിഹിറിനെ ഹക്കീക്കത്തും തഹ്സീറും ഇല്ല എന്ന് പറഞ്ഞ ആൾക്കാരാ. ദേവദാറ് പള്ളിന്റെ മുന്നിൽ കൂടെയാണ് ചെറിയമുണ്ടൻ നടന്നു പോയിന്നത്. ചെറിയമുണ്ടൻ ജീവിച്ച പള്ളി, ചെറിയമുണ്ടൻ നടന്ന സ്ഥലം. ആ ചെറിയമുണ്ടത്തിന്റെ പരിഭാഷയിൽ നിന്ന് ഈ ആയത്തിന്റെ സൂറത്ത് അൽ-ബഖറയിലെ ഈ ആയത്തിന്റെ ബാക്ക് ഭാഗത്ത് ലാസ്റ്റിൽ പേജ് നമ്പർ 27 ഒരു കുറിപ്പ് കൊടുക്കുന്നുണ്ട്. ആ കുറിപ്പ് കേട്ടോളൂ, ഞാൻ വായിക്കാം. സിഹിർ അഥവാ മാരണം അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഫലിക്കും. എങ്ങനെ? ഉദ്ദേശിച്ചവർക്ക് ഫലിക്കും. തഹ്സീർ ഹഖീഖത്തും ഇല്ലാന്നല്ല, ഫലിക്കും എന്നാണ് എഴുതുന്നത്. അപ്പൊ അള്ളാന്റെ തീരുമാനത്തെ സീറോ കൊണ്ട് മാറ്റാൻ പറ്റുമോ എന്നുള്ള ചോദ്യത്തിന് പ്രസക്തി ഇല്ല അവിടെ. പിന്നെന്താണ്? അള്ളാഹു പരീക്ഷണമായിട്ടാണ് ഇത് വെച്ചത്. കാരണം ഈ ആയത്തിൽ തന്നെ ഹാറൂത്തും എന്താ പറഞ്ഞത്? വമാ യുഅല്ലിമാനി ലി അഹദിൻ ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്ന. ഇത് പറയാതെ അവർ പഠിപ്പിച്ച് കൊടുത്തിട്ടില്ല എന്നാണ്. വമാ യുഅല്ലിമാനി മിൻ അഹദിൻ, ഒരാൾക്കും അവർ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. ഹത്താ യഖൂല ഇന്നമാ നഹ്നു ഫിത്ന, പരീക്ഷണമാണ്. അപ്പം സിഹിർ അള്ളാഹു ഉദ്ദേശിക്കുന്നവർക്ക് ഫലിക്കും. ഇത് ചെറിയമുണ്ടത്തിന്റെ പരിഭാഷയിൽ എഴുതി വെച്ചതാണ്. ഇത് ഈ 2 പള്ളിക്കാർ, ഈ 2 പള്ളിയിൽ ഇതുണ്ട്. ഇതൊന്ന് കാണിച്ചു കൊടുക്കണം ഓൽക്ക്. ചെറിയമുണ്ടത്തിനെ തള്ളുവെന്ന് ചോദിക്കണം. ഇത് വേറെ ഏത് നാട്ടിൽ പറഞ്ഞാലും പറയുന്നത് പോലെയല്ല. ഏത് ഈ ദേവദാറിലും ഇവിടെയും. മനസ്സിലാണ്ട പറഞ്ഞത്? ചെറിയമുണ്ടത്തിന്റെ നാടാണ്, ജീവിച്ച സ്ഥലമാണിത്. അദ്ദേഹത്തിന്റെ പരിഭാഷയാണ്, ആ പരിഭാഷയിൽ എഴുതി വെച്ചതാണ്. എന്നിട്ട് അദ്ദേഹം എഴുതിയാണ്. എന്താ എഴുതണറിയങ്ങള്? ഇത് കാണിച്ചു കൊടുക്കണം, ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണം. എവിടെ നിങ്ങൾ പോണത്? ഏത് ഖുർആൻ ക്ലാസ്സിനാ പോണത്? എവിടേക്കാ പോണത്? ഖുർആനിന് ഹദീസിനൊക്കെ പച്ചക്ക് നിഷേധിക്കുകയാണ്. നാളെ ഇൻഷാ അല്ലാഹ് പരപ്പനങ്ങാടി പീസ് ഓഡിറ്റോറിയത്തിൽ ഒരു പരിപാടി നടക്കുന്നുണ്ട്. പങ്കെടുക്കണം എല്ലാവരും. ഹദീസിനെ കാരണം ഖുർആനെ തള്ളിയവരൊക്കെ ഹദീസിനെ എന്നിട്ട് മതനിരാസത്തിലേക്കാ പോണത്. ഖുർആനെ ഹദീസുകളും തള്ളുകയാണ്. ഒരു ദയാദാക്ഷിണ്യം ഇല്ല, തള്ളുകയാണ്. മുൻഗാമികൾ ആരും തെറ്റിപ്പോയിട്ടില്ല ആ ഹദീസുകളെ സ്വീകരിച്ചതിന്റെ പേരിൽ. നമുക്ക് മനസ്സിലാക്കിയോടത്ത് പറ്റിയ തകരാറാണ്. ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തത് തള്ളണം എന്നാ പറഞ്ഞത്. യുക്തിക്കും നിരക്കാത്തത് തള്ളുകയാണെങ്കിൽ ഖുർആൻ അംഗീകരിക്കാൻ പറ്റുമോ? ഉണ്ടോ? സ്വർഗം നരകം ഏത് യുക്തിക്കും ബുദ്ധിക്കുക? യുക്തി ബുദ്ധി പഞ്ചേന്ദ്രിയല്ലേ? മനുഷ്യന്റെ യുക്തി ബുദ്ധി എന്ന് പറഞ്ഞാൽ എന്താണ്?
പഞ്ചേന്ദ്രിയങ്ങളാണ് അല്ലെ, കണ്ടും കേട്ടും അല്ലെ. ഇതിൽ ഏതാണ് സ്വർഗം നരകം? ആരാ ഇത് പഞ്ചേന്ദ്രിയം കൊണ്ട് മനസ്സിലാക്കിയത്? ഇസ്രാവും മിഅ്റാജും വിശ്വസിക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോ റസൂലുള്ള പറഞ്ഞു, എന്താ പറഞ്ഞത്? ഈമാനിന്റെ കാര്യത്തിൽ ഏറ്റവും അത്ഭുതം ആരെ ഈമാനാണെന്ന് ചോദിച്ചു. അപ്പൊ എന്താ സ്വഹാബികൾ പറഞ്ഞത്? ഈമാന്റെ ഏറ്റവും അത്ഭുതമുള്ള ഈമാൻ ആരെ കാര്യത്തിൽ, ആരെ ഈമാൻ ഏറ്റവും അത്ഭുതകരമായ ഈമാൻ? അപ്പൊ എന്താ സ്വഹാബികൾ പറഞ്ഞത്? മലക്കള ഈമാൻ. എന്താ പറഞ്ഞത്? മലക്കള ഈമാൻ. അപ്പൊ റസൂല പറഞ്ഞത് എങ്ങനെ മലക്കള ഈമാനാകുക? മലക്കള് ഓഹും ഇന്ദ റബ്ബിഹിം, മലക്കൾ ആരെടുത്തുള്ളത്? പിന്നെ ഓലെ ഈമാനിലെന്ത്? അപ്പൊ പിന്നെ അവര് പറഞ്ഞ പിന്നെ പ്രവാചകന്മാർ, അമ്പിയാക്കന്മാർ, അമ്പിയാ മുർസലിങ്ങൾ ഈമാനാവും. അപ്പൊ റസൂല് പറഞ്ഞ അമ്പിയാക്കം മുർസലിങ്ങൾക്ക് വഹി വരുന്നില്ലേ? ഒരു വഹി വരുന്നു, ജിബ്രീലിനെ കാണുന്നു, വഹിയുണ്ട് അവർക്ക്. അപ്പൊ ഓല് പറഞ്ഞ പിന്നെ ഞങ്ങളെ ഈമാനയിക്കാരെന്നാണ് സാബികള്. അപ്പൊ റസൂല് പറഞ്ഞു, നിങ്ങളെ ഈമാൻ എങ്ങനെ? ഞാൻ നിങ്ങളെ അടിയിലില്ലേ, നിങ്ങൾ എന്നെ കാണില്ലേ? അപ്പൊ പിന്നെ അവർ ചോദിച്ചു, പിന്നെ ആരെ ഈമാനാണ് റസൂലെ? റസൂൽ പറയും, യജി ഉനക്കൗമം ബാദി, എനിക്ക് ശേഷം ഒരു വിഭാഗം വരും. യജിദൂനഹു സുഹ്ഫൻ, അവർ ഏടുകളിൽ പ്രമാണങ്ങളിൽ കാണും. യുഅ്മിനൂന ബിഹി, അത് അവർ വിശ്വസിക്കും. പ്രമാണങ്ങളിൽ കാണും, അവർ വിശ്വസിക്കും. അവരെ ഈമാനാണ് അത്ഭുതകരമായ ഈമാൻ. അതാണ് പ്രമാണം. ഇത് ദൈവീകമാണ്. ഖുർആനും സ്വഹീഹായ ഹദീസും ദൈവികമാണത്, പ്രമാണമാണ്. അതിൽ കണ്ടാ പിന്നെ ചിന്തല്ല, ബുദ്ധിയില്ല, യുക്തിയില്ല, ഒന്നുമില്ല, അത് സ്വീകരിക്കും. കാരണം ഈ ബുദ്ധിയും യുക്തിയും ഒക്കെ തന്ന് നമ്മളെ പടച്ചത് ആരാ? പടച്ചോനാ. കണ്ണ് തന്നു. ഈ കണ്ണെന്ന ഈ കണ്ണിന് ഒരു പരിധി ഉണ്ട്. ഈ ബിൽഡിന്റെ അപ്പുറത്തുള്ള നമുക്ക് ആർക്കും കാണില്ല, അപ്പുറം പോയി വെക്കാലേ കാണുള്ളൂ. കണ്ണിന് പരിധി ഉണ്ട്, പരിധി വെച്ചിട്ടുണ്ട്. കാതിന് പരിധി വെച്ചിട്ടുണ്ട്, പരിധിക്കപ്പുറം കേൾക്കൂല. നമ്മളെ ബുദ്ധിക്കും ചിന്തക്കും പരിധി, അതപ്പുറത്തേക്ക് പോകാൻ കഴിയില്ല, പടച്ചോൻ വെച്ചതാ. അപ്പൊ അതിനപ്പുറത്തൊന്നുമില്ല എന്ന് പറയരുത്. അവനാന്റെ ബുദ്ധിക്കും യുക്തിക്കും നിരക്കാത്തത് അതിലപ്പുറത്തൊന്നുമില്ല എന്ന് പറയാൻ പാടില്ല. ഓ മുഅ്മിനല്ല. അങ്ങനെയുള്ള ആൾക്കാർ മുഅ്മിന. ഇത് പറയുന്ന ഈ ആൾക്കാരുടെ സ്ഥാനം മുഅ്മിനീങ്ങളെ കൂട്ടത്തിലല്ല, വിശ്വാസികളെ കൂട്ടത്തിലല്ല. പിന്നെ എവിടെയാണ്? വിശ്വാസം ഇല്ലാത്തവരുടെ കൂട്ടത്തിലാ, അപ്പുറത്താ. യുക്തിവാദികളും നിരീശ്വരവാദികളൊക്കെയാണ് ഇതിനെ നിഷേധിക്കുക. അങ്ങോട്ടത് പോണത്. മതനിരാശത്തിലേക്കാണ് ഈ ജനതയെ കൊണ്ടുപോണത്, അവിടേക്ക് എത്തുന്നത്. യാതൊരു തർക്കവും വേണ്ട. ഇത് പ്രമാണങ്ങൾ ദൈവികമാണ് എന്ന് മനസ്സിലാക്കിയ ഒരാൾ അത് ഖുർആനിലുണ്ടോ ഞാനത് വിശ്വസിച്ചു, സ്വഹീഹായ ഹദീസിലുണ്ടോ ഞാനത് വിശ്വസിച്ചു, പിന്നെ തർക്കമില്ല. അപ്പം പിന്നെ നമ്മളിങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ അപ്പുറത്ത്, അത് എൻ്റെ ബുദ്ധിക്കും യുക്തിക്കും അപ്പുറത്തുള്ള കാര്യം പടച്ചോൻ പറഞ്ഞു. കണ്ടോ? അവിടല്ലേ നമ്മൾ സ്വർഗം നരകവും യുഅ്മിനൂന ബിൽ ഗൈബി അല്ലേ? എന്താണ് ഗൈബ്? നമ്മുടെ ഈ പഞ്ചേന്ദ്രിയങ്ങളെ കൊണ്ട് മനസ്സിലാക്കുന്ന കാര്യത്തിനപ്പുറത്ത്, മറക്കപ്പുറത്ത് ചില കാര്യങ്ങളുണ്ട്. ഈ മറക്ക് ഉള്ളിലുള്ളത് മാത്രമേ എനിക്ക് കാണാനും ചിന്തിക്കാനും കഴിയുള്ളൂ. അതിനപ്പുറത്ത് കാര്യങ്ങളുണ്ട്. യുഅ്മിനൂന ബിഹി, ഞാനതിൽ വിശ്വസിക്കുന്നവനാണ്. കണ്ടാ? യുഅ്മിനൂന ബിൽ ഗൈബ്. എന്നിട്ടാണ് പിന്നെ യുഖീമൂന സ്വലാത്ത. ഓ നിസ്കരിച്ചാൽ മതി. ആദ്യം ഇതൊക്കെ വിശ്വസിക്കണം, എന്നിട്ടാ പിന്നെ നിസ്കാരം നോമ്പൊക്കെ, ദീനിന്റെ മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോ വ്യക്തമായി പറഞ്ഞു വെച്ചു. ഞാൻ അതിനാണ് രണ്ട് പള്ളിയും പള്ളിക്കാരും ഞാൻ പറയാൻ കാരണം എന്താന്ന് വെച്ചാൽ, ഇത് ചില കാര്യങ്ങൾ വ്യക്തമാക്കി പറയേണ്ടതുണ്ട്. ഞാൻ അങ്ങനെ സാധാരണ പറഞ്ഞ ഒരാളല്ല, പറയാറില്ല. പക്ഷെ ഇത് ചിലതങ്ങനെ പറയണം, അത് ആവശ്യമാണ്. ഞാൻ ഈ മറച്ചു വെച്ചത് ചെറിയ മുണ്ടത്തിന്റെ പരിഭാഷയാണ്. നിങ്ങൾക്ക് ആർക്കും പരിശോധിക്കാം. നിങ്ങൾ പോയിട്ട് ഇന്ന് പള്ളിയിൽ പോയിട്ട് വീട്ടിൽ പോയിട്ട് ഈ പരിഭാഷ എടുക്കി, ചെറിയമുണ്ടത്തിന്റെ പരിഭാഷ എടുക്കി. എന്നിട്ട് 27-ാമത്തെ പേജിൽ 102-ാമത്തെ ആയത്തിന്റെ തഫ്സീറിന്റെ അടിഭാഗത്ത് കുറിപ്പ് കൊടുത്തതാ. എന്താ കുറിപ്പ്? പ്രത്യേകം ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം കുറിപ്പ് കൊടുക്കുകയാണ്. ഇനി കേട്ടോളി, എവിടെ നിൽക്കണ്ടെന്ന് കേട്ടോളി. അത് മാത്രം പറഞ്ഞ് നിർത്തിയിട്ടില്ല, അദ്ദേഹം പറഞ്ഞ ബാക്കി കാര്യം കൂടി കേട്ടോളി. സിഹിർ അഥവാ മാരണം അള്ളാഹു ഉദ്ദേശിച്ചവർക്ക് ഫലിക്കും. പക്ഷേ സിഹിറിനെ സിഹിർ കൊണ്ട് ചികിത്സിക്കൽ അനുവദനീയമല്ല. അതെ, സിഹിറിനെ
സിഹിർ കൊണ്ട് ചികിത്സിക്കാൻ പാടില്ല, അനുവദനീയമല്ല. അപ്പൊ സിഹിറിനെ ചികിത്സിക്കേണ്ട വേറെ ചില കാര്യമുണ്ട്. അപ്പൊ സിഹിർ ഫലിക്കണോണ്ടാണ് എന്ത് വേണ്ടി വന്നത്? ചികിത്സ. ചികിത്സ ഒന്നും എന്റെ വാക്കല്ല കേട്ടോ, ചെറിയമുണ്ടത്തിന്റെ പരിഭാഷ ഞാൻ വായിക്കണത്. ചികിത്സ ഒന്നും എന്റെ വാക്കല്ല. സിഹിർ കൊണ്ട് ചികിത്സിക്കൽ അനുവദനീയമല്ല. ഇനി കേട്ടോളി, ഖുർആനിലൂടെയോ സ്ഥിരപ്പെട്ട ഹദീസുകളിൽ വന്ന പ്രാർത്ഥനകളിലൂടെയോ ചികിത്സിക്കാവുന്നതാണ്. അപ്പൊ ചികിത്സ അതാണ് റുഖിയ. അതെങ്ങനെ? ഖുർആനിൽ വന്ന ആയത്തുകൾ, സ്ഥിരപ്പെട്ട ഹദീസുകളിൽ വന്ന പ്രാർത്ഥനകൾ, ദിക്റുകൾ, ഇതുകൊണ്ടാണ് ചികിത്സിക്കേണ്ടത്. സിഹർ എന്ന പദത്തിന്റെ പരിധിയിൽ വരുന്ന മാരണം, കൂടോത്രം, മന്ത്രവാദം തുടങ്ങിയവെല്ലാം തന്നെ നിഷിദ്ധമാണ്, ഹറാമാണ്, കുഫറിലേക്ക് എത്തും. ഇതിപ്പോ ഞാൻ എവിടുന്നാ വായിച്ചത്? ഇത് നിങ്ങൾ മനസ്സിലാക്കി വെക്കണം. അതിനകത്ത് വായിച്ചത് ചെറുപടത്തെ തഫ്സീറിനാ വായിച്ചത്. ഇത് പറഞ്ഞിട്ട് പിന്നെ എങ്ങനെയാണ് ഇനി ഇവർക്ക് സിഹിറിന് ഹക്കീക്കത്തും തൗഹീറും ഇല്ല എന്ന് പറയാം? ആര് പഠിപ്പിച്ചു കൊടുത്താ പറഞ്ഞ്? ശൈത്താന്മാര് പഠിപ്പിച്ചു കൊടുക്കുക വഴി ഒരു കാഫിറായി എന്നാണ്. അപ്പൊ പിന്നെന്താന്നറിയാം, അപ്പൊ ഞമ്മക്കാകെ ബേജാറാണ്, ടെൻഷനാണ്, സമാധാനമില്ലാത്തൊരു ജീവിതത്തിലേക്കാണ് ഇങ്ങനെ പിന്നെ മുസ്ലിമീങ്ങളെ കൊണ്ടുപോകുന്നത്. ആരെ പറഞ്ഞത് അതൊക്കെ? ഇത് മനസ്സിലാക്കിയോൽക്കാണോ സമാധാനം ഉണ്ടാകുക, അല്ലാത്തവർക്ക് സമാധാനം ഉണ്ടാകുക? ഇത് മനസ്സിലാക്കിയ ആളുകൾക്ക് ഇത് ഫലിക്കും. അതിന് സീർ കൊണ്ട് തങ്ങന്മാരെടുത്തും മൂലയന്മാരെടുത്തും പിന്നെ എന്തെങ്കിലും ഒരു സീറിന്റെ തകിടോ ഏലസോ എന്തെങ്കിലുമൊക്കെ കിട്ടിയാൽ ഇതിപ്പോ പ്രചരിപ്പിക്കണം എന്നുകൊണ്ട് അറിയാം. ഇപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു സിദ്ധൻ, ഒരു സിദ്ധൻ അറിയപ്പെട്ട അയാളുടെ അടുത്ത് രാഷ്ട്രീയക്കാരും ബാക്കിയുള്ള ആൾക്കാരെല്ലാവരും വരും. അങ്ങനെ മാതൃഭൂമി ന്യൂസിന്റെ ആ ന്യൂസിലെ റിപ്പോർട്ടർമാര് എന്താക്കിയെന്നറിയോ? അവര് ഒരു സിഹിർ ചെയ്ത ഒരു സാധനമായൊരു സാധനം ഓലുണ്ടാക്കി, ഒരു കുറച്ച് പൂക്കളും ഒരു മനുഷ്യക്കോല ഉള്ള ഒരു മനുഷ്യന്റെ രൂപമുള്ള സാധനം എല്ലാം കൂടി ഉണ്ടാക്കിയാണ്ട് പൊതിഞ്ഞ് കടലാസ് പൊതിഞ്ഞാണ്ട് ഇയാളെടുത്ത് ചെന്ന് എന്നിട്ട് ഒളിക്യാമറ വെച്ചു. ഒളിക്യാമറ വെച്ചിട്ട് ഇതൊക്കെ അതിൽ പകർത്തി. അപ്പം ഇയാൾ ഭയങ്കര സിദ്ധനാണ്. രാഷ്ട്രീയക്കാർ അവർ പല ആളുകൾ വരെ ഏത് സിഹിർ ആര് നടത്തിയാലും ഫലിക്കുമെന്ന് പറഞ്ഞ ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അത് ചെന്നത്. ഞാൻ ചെന്ന് ഇയാളേറ്റ് സംസാരിച്ചു, ഇത് കൊടുത്തു. അപ്പൊ അയാൾ ഇതിങ്ങനെ നോക്കിയിട്ട് അയാൾ പറഞ്ഞു, ഇത് പിന്നെ കച്ചവടം മറ്റുള്ള കാര്യങ്ങളൊന്നും മുടങ്ങാനും പൊളിയാനുള്ളതൊന്നുമല്ല, നിങ്ങളെ വീട്ടിലെ സ്ത്രീകൾക്ക് അപകടം പറ്റാൻ വേണ്ടിയിട്ട് ആരോ ചെയ്ത സിഹിറാണെന്ന് അറിഞ്ഞ് ഇത് സംഗതി ഇവരുണ്ടാക്കി കൊണ്ടേ കൊടുത്തതാണ്, സിഹിറാണെന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ അയാൾ അതിന് പ്രതിവിധിയും കാരണങ്ങളൊക്കെ പറയുന്നു. അങ്ങനെ അവസാനം ഇവർ പറഞ്ഞു, ഇവർ വെച്ച ഒളിക്യാമറ പോലും ഇയാൾക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറഞ്ഞാൽ ആ സിദ്ധന്റെ തട്ടിപ്പ് വെട്ടിപ്പ് പുറത്തു വന്നു. ഇത് പറഞ്ഞിട്ടാണ് അപ്പൊ മധുരമി ന്യൂസുകാർ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് കൂടോത്രം മറ്റേത് മറിച്ചത് അപ്പൊ അതിനെ വഞ്ചനയിൽ ചതിയിൽ പെടാൻ പാടില്ല എന്ന് പറഞ്ഞിട്ടാണ് ന്യൂസിന്റെ ആൾക്കാർ ഇത് കൊടുക്കണത്. ഇതന്നെയല്ലേ നമ്മളും പറയണത്. വ്യാജസിദ്ധന്മാരുണ്ട്, തട്ടിപ്പുകാരുണ്ട്, തങ്ങന്മാര്, ബീവിമാര്, ഓരോരുത്തർക്ക് പോണെന്നാ പറഞ്ഞേ? ആണോ? പോണെന്നാ പറഞ്ഞത്? അല്ല, പിന്നെന്താ പറഞ്ഞത്? പോകാൻ പാടില്ല എന്നാ പറഞ്ഞത്, ചെയ്യാൻ പാടില്ല എന്നാ പറഞ്ഞത്, പോകാൻ പാടില്ല എന്നാ പറഞ്ഞത്. എന്നാൽ ഇത് ചെയ്യുന്ന ആളുകളുണ്ട്. ആ ചെയ്യുന്ന ആളുകൾ അത് ചെയ്താൽ അതിനുള്ള ഫലവും ഉണ്ടാവാം. അതാര് പറയുന്നു? അള്ളാഹു പറയുന്നു. അപ്പൊ അതുകൊണ്ട് ഇനി നമ്മളെ പെരയിൽ ഒരു തകിടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം, ഒരു അടക്കേ വെറ്റിലെ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ സാധനം ആരെയും കൊണ്ടുവന്ന് വല്ലതും കിട്ടാണ്ട് എന്ത് ചെയ്യണ്ട, അത് എറ്റിഞ്ഞ് വേറെ തങ്ങന്മാരെടുത്തും മൂലന്മാരെടുത്തൊന്നും ഓടണ്ട, ബേജാറാകണ്ട, ഒന്നും വേണ്ട. നിങ്ങൾക്ക് എന്ത് മതി? ഖുർആന് മതി, നിങ്ങൾ പഠിച്ച പ്രാർത്ഥനകൾ മതി. അവിടുന്ന് പഠിച്ചിട്ടില്ലേ? പഠിപ്പിക്കണില്ലേ? അത് മതി. അപ്പൊ സമാധാനം ഉണ്ടാകുക ചെയ്യുക, സമാധാനം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുക. ഇത് പഠിക്കാത്ത ഒരാളെ വീട്ടിൽ ഇത് കിട്ടിയ അവസ്ഥയാണോ പഠിച്ച നമ്മളാളെ വീട്ടിലുണ്ടാവുക? ഇല്ല. നമ്മളതിനെ നിഷേധിക്കുന്നില്ല, തള്ളിക്കളയണില്ല. ഇത് പടച്ചോൻ വെച്ച പരീക്ഷണമാണ്. എന്താണ്? പടച്ചോൻ വെച്ച പരീക്ഷണമാണ്. പടച്ചോൻ ഉദ്ദേശിക്കുന്ന ആൾക്കാർക്ക് അത് ഫലിക്കും. അപ്പൊ നമുക്ക് എന്താണ് മാർഗം? നമുക്കാരോ ഒരാൾ സിഹിർ ചെയ്തു, അതിന് നമ്മളടുക്കൽ ഫാത്തിഹയുണ്ട്, ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഫലക്കും അതിനു വേണ്ടി ഇറങ്ങിയതാണ്.
സിഹറിന് എതിരിൽ ഇറങ്ങിയ 2 സൂറത്താണത്. പ്രധാനമായും അതിനാണ്. ഇനി കുട്ടിയൊക്കെയുള്ളതിനാണ് പ്രാർത്ഥനകളും ദിക്റുകളൊക്കെ. അഊദു ബികലിമാത്തില്ലാഹി താമ്മ എന്ന് പറഞ്ഞ പ്രാർത്ഥനകൾ, എത്രയോ പ്രാർത്ഥനകളുണ്ട്. ഇതൊക്കെയും കണ്ണേറിനും സിഹറിനും നിങ്ങൾ എതിരായിട്ട് ചൊല്ലണം എന്ന് പഠിപ്പിക്കപ്പെട്ട ദിക്റുകളുണ്ട്, അദ്കാറുകളുണ്ട്, പ്രാർത്ഥനകളുണ്ട്. ഒരു തഅ്സീറും ഒരു ഹക്കീക്കത്തും ഒരു ഫാലും ഇതോട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊക്കെ. പിന്നെ എന്തിനാണ് ഈ പ്രാർത്ഥന? എന്തിനാണ് ഈ 2 സൂറത്ത് ഇറങ്ങിയത്? നമ്മളെ എല്ലാ 2 ഞായറാഴ്ച കൂടുമ്പോൾ ചെന്നൈയിൽ ഇൻഷാ അല്ലാഹ് ആ സൂറത്താണ്, സൂറത്ത് നാസും ഫലക്കുമാണ് ഇപ്പം നമ്മൾ പഠിപ്പിച്ച് തുടങ്ങണത്. അത് ഓൺലൈനിൽ നിങ്ങൾക്ക് ആ സമയത്ത് എല്ലാ ഞായറാഴ്ചയും പിന്നെ 10:30 മണിക്ക് കറക്റ്റ് 10:30 മുതൽ 11 മണി വരെയുള്ള സമയത്ത് നിങ്ങൾക്ക് അതിൽ കയറിയാൽ പിന്നെ കാണാൻ പറ്റുക, ക്ലാസ് കേൾക്കാം. ഞാൻ ഇത് പഠിച്ചോനെ ഇറക്കിയത് എന്തിനാണ്? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം, നമ്മൾ ഉൾക്കൊള്ളണം എന്നാണ് പറയാനുള്ളത്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സമയം ഇത്രയും ചെലവാക്കിയത്. ഇനി ഇതിൻ്റെ ഫലങ്ങൾ, ഇങ്ങനെ സിഹ്ർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ഫലങ്ങളിൽപ്പെട്ട ഒരു കാര്യമാണ് ഒരു കാര്യം പറഞ്ഞു പോകാതെ ഇങ്ങനെ സിഹ്ർ കൊണ്ട് ചെയ്യുന്ന ഒരുപാട് അപകടങ്ങളുണ്ട്. അതിൽപ്പെട്ട ഒന്നാണ് മാ യുഫർരിഖു ബിഹി, പറയൂ, മാ യുഫർരിഖു ബിഹി ബൈനൽ മർഇ വസൗജി. നമ്മളെ കുടുംബം ഉണ്ട് തരാറാവും, കുടുംബം ഛിന്ന ഭിന്നമാകും. അത് പഠിക്കാൻ വെറുമൊരു പിന്നെ ദാമ്പത്യ ജീവിതം അല്ലെങ്കിൽ ഇണകൾക്കിടയിൽ പിന്നെ അകൽച്ചയുണ്ടാക്കും ഈ സിഹ്ർ കൊണ്ട്. മാ യുഫർരിഖു ബിഹി ബൈനൽ മർഇ വസൗജിഹി എന്ന് പറഞ്ഞ് കേവലം അത് പോകാതെ ഈ സിഹ്ർ ഇങ്ങനെ ഫലം ചെയ്യുമെങ്കിൽ എത്രമാത്രം ശക്തമായി അല്ലാഹു പഠിപ്പിച്ച ഒരു കാര്യത്തെയാണ് നമ്മൾ എത്രമാത്രം ജീവിതത്തിൽ സൂക്ഷ്മതയും ശ്രദ്ധയും ഉണ്ടാകേണ്ട ഏതൊരു കാര്യത്തെയാണ് ഈ സിഹ്ർ കൊണ്ട് തകർക്കാൻ പറ്റുക. അത് മനസ്സിലാക്കണമെങ്കിൽ ആദ്യം ദാമ്പത്യ ജീവിതത്തെക്കുറിച്ച് അള്ളാഹു പറഞ്ഞ കാര്യങ്ങൾ, ഇണകളെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ, ആ ഇണകളിലൂടെ അള്ളാഹു മനുഷ്യ ജീവിതത്തിൽ ഉണ്ടാക്കിയിട്ടുള്ള ഇതിൻ്റെ ഭദ്രതയും ഒക്കെ നമ്മൾ പഠിക്കണം. അതിനു വേണ്ടിയാണ് ഇപ്പോൾ നമ്മൾ ഏതാനും ആയത്തുകൾ പറഞ്ഞു വരുന്നത്. അതൊരു ദൃഷ്ടാന്തമാണ് എന്ന് പറയാനാണ്, അല്ലേ? അപ്പൊ എവിടെയാണ് അതുള്ളത്? ഏതായത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞത്? കഴിഞ്ഞ ക്ലാസ്സിൽ അവസാനം പറഞ്ഞ ആയത്ത് ഏതാണ്? ഇനി 30-ാമത്തെ സൂറത്ത് മറിക്കാം. 30-ാമത്തെ സൂറത്ത്, 30-ാമത്തെ സൂറത്ത് ഏതാ? സൂറത്ത് റൂം. ഈ സൂറത്തിൽ ശ്രദ്ധിക്കണം, നമ്മൾ പറഞ്ഞു വന്നത് ഇണകൾ എന്ന സംവിധാനത്തെ അള്ളാഹു നമുക്ക് ഓർമ്മപ്പെടുത്തി തരുന്നത് ചില ദൃഷ്ടാന്തങ്ങൾ പഠിക്കാനാണ്, ദൃഷ്ടാന്തങ്ങൾ ഉൾക്കൊള്ളാനാണ്. ആയത്ത് പറയാം. ഇത് ഉൾക്കൊള്ളുമ്പോഴാണ് നമുക്ക് എന്തുണ്ടാവുക? ഒരു കാര്യത്തിൻ്റെ വലുപ്പം എന്താണ്, പ്രാധാന്യം എന്താണ് എന്ന് മനസ്സിലാവുള്ളൂ. അതാണ് ദൃഷ്ടാന്തം എന്ന് പറയുന്നത്. അപ്പൊ ഈ സൂറത്ത് റൂമിന്റെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ, അല്ലാഹു തആല ഈ സൂറത്തിൽ ചില ദൃഷ്ടാന്തങ്ങൾ ഇങ്ങനെ പറയാണ്. നിങ്ങൾക്ക് ഇതിലെ 20-ാമത്തെ ആയത്ത് മുതൽ വായിച്ചാൽ, 20-ാമത്തെ ആയത്ത് മുതൽ ഇങ്ങനെ വായിച്ചാൽ 25 വരെയൊക്കെ നിങ്ങൾ ഇങ്ങനെ വായിച്ചാൽ നിങ്ങൾക്ക് ആ ആയത്തിന്റെ തുടക്കങ്ങൾ ഇങ്ങനെ ഒന്ന് വായിച്ചാൽ, ആയത്തിന്റെ തുടക്കം മാത്രം ഒന്ന് വായിക്കേ, തുടക്കം മാത്രം വായിച്ചാൽ മതി. 20 മുതൽ 20-ാമത്തെ ആയത്ത് തുടങ്ങണം എങ്ങനെയാണ്? വമിൻ ആയാതിഹി, അവന്റെ ആയത്ത് ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ്. 21 ആരംഭിക്കണത് വമിൻ ആയാതിഹി. 22 വമിൻ ആയാതിഹി. 23 വമിൻ ആയാതിഹി. 24 വമിൻ ആയാതിഹി. 25 വമിൻ ആയാതിഹി. സുബ്ഹാനല്ലാഹ്. ഇതാണ് ഖുർആന്റെ തദബ്ബുർ.
ഇങ്ങനെ ഈ 5 ആയത്തുകളിലൂടെ 1, 2, 3, 4, 5, 6 ആയത്തുകളിലൂടെ 6 ദൃഷ്ടാന്തങ്ങളെക്കുറിച്ച് അല്ലാഹ് പറയാണ്, ആയാത്തുകളെക്കുറിച്ച്. ഇങ്ങനെ വേറെ ഒരു സൂറത്തിലും വേറെ ഒരു സ്ഥലത്തും ഇങ്ങനെ കാണൂല. അപ്പൊ ഇതിന് ഒരു പ്രത്യേകത ഉണ്ട്. അപ്പൊ നിങ്ങൾ 20ാമത്തെ ആയത്ത് മുതൽ ഓതിക്കോളി. ومن آياته أن خلق لكم من أنفسكم أزواجا لتسكنوا إليها وجعل بينكم مودة ورحمة إن في ذلك لآيات لقوم يتفكرون ومن آياته خلق السماوات والأرض واختلاف ألسنتكم وألوانكم إن في ذلك لآيات للعالمين ومن آياته منامكم بالليل والنهار وابتغاؤكم من فضله إن في ذلك لآيات لقوم يسمعون ومن آياته يريكم البرق خوفا وطمعا وينزل من السماء ماء فيحيي به الأرض بعد موتها إن في ذلك لآيات لقوم يعقلون ومن آياته أن تقوم السماء والأرض بأمره ثم إذا دعاكم دعوة من الأرض إذا أنتم تخرجون وله من في السماوات والأرض كل له قانتون وله من في السماوات والأرض كل له قانتون. വളരെ അത്ഭുതകരമായ ഒരു അവതരണ ശൈലിയിലൂടെ വളരെ അത്ഭുതകരമായ രൂപത്തിൽ അല്ലാഹു ഈ കാര്യം പറഞ്ഞിട്ടുള്ളത്. ഞാനത് ഒന്ന് പെട്ടെന്ന് പറയാം. ഇതിൽ നമ്മൾ ഓതിയ ആയത്തിലെ 20ഉം 25ഉം ശ്രദ്ധിക്കണേ. 20ഉം 25ഉം വമിൻ ആയാത്തിഹി എന്ന് തുടങ്ങി. പക്ഷേ ആ ആയാത്ത് ആർക്കാണ് എന്ന് പറയാതെ, ശ്രദ്ധിക്കണം, ആർക്കാണ് എന്ന് പറയാതെ 2 വലിയ കാര്യങ്ങൾ അല്ലാഹു പറഞ്ഞു വെച്ചു. അതിനിടക്ക് 22 മുതൽ 21 മുതൽ 24 വരെയുള്ള ആയത്തിൽ ആ ആയത്തുകൾ ദൃഷ്ടാന്തം ആർക്കാണ് എന്ന് വ്യത്യസ്തമായ പ്രയോഗങ്ങളിൽ പറഞ്ഞു. ശ്രദ്ധിക്കണം കേട്ടോ, ഞാൻ പറഞ്ഞ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഒന്നുകൂടി പറയാം. 20 മുതൽ 25 വരെ ആയത്ത് തുടങ്ങുന്നത് വമിൻ ആയാത്തിഹി എന്നാണ്, അല്ലേ? അതിന്റെ അർത്ഥം എന്താ? നിങ്ങളിവിടെ ശ്രദ്ധിക്കണം കേട്ടോ. അതിന്റെ അർത്ഥം എന്താ? അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണെന്നാണ്, അല്ലേ? ആണോ? ആണ്. അതിൽ 20ഉം 25ഉം 2 കാര്യങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ അതിനിടയിലുള്ള ആയത്ത് ഈ ദൃഷ്ടാന്തങ്ങൾ ആർക്കാണ് എന്ന് പറയുന്നുണ്ട്. മനസ്സിലാണ്ട പറഞ്ഞ്? ഒന്നുകൂടി പറയാം. 21 മുതൽ 24 വരെയുള്ള ആയത്ത് അവസാനിക്കുന്നത് ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമിൻ യതഫക്കറൂൻ, ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിൽ ആലമീൻ, ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമിൻ യസ്മഊൻ, ഇന്ന ഫീ ദാലിക ലആയാത്തിൽ ലിഖൗമിൻ യഅഖിലൂൻ. 4 വിശേഷണങ്ങൾ.
അള്ളാഹുവിന്റെ ആയത്തുകളിൽ പെട്ടതാണ് എന്ന് പറഞ്ഞിട്ട് ഈ ആയത്ത്, ഈ ദൃഷ്ടാന്തം ആർക്കാണ് പ്രയോജനപ്പെടുക? 4 ടൈപ്പ് ആൾക്കാരെ കുറിച്ചാണ് പറഞ്ഞത്. അത് ഭയങ്കരമായൊരു തദബ്ബുർ. അത് നമ്മൾ പഠിക്കുമ്പോൾ ഈ വിഷയങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇവിടെ ഈ വാക്കുകൾ പറഞ്ഞത് എന്നുകൂടി നമുക്ക് ബോധ്യപ്പെടും. അത് ആയത്തുകളിലൂടെ മണിക്കൂറുകളോളം നമ്മൾ പറയേണ്ട കാര്യമാണ്. ഞാനിലേക്ക് കടക്കണില്ല. ഒന്ന്, ആയാത്തിൽ കൗമി യതഫക്കറൂൻ എന്ന് പറഞ്ഞത് എന്ത് വിഷയമാണ്? നമ്മളുമായി ബന്ധപ്പെട്ട നമ്മൾ പഠിക്കുന്ന വിഷയമാണ്. എന്താണ്? വമിൻ ആയാത്തി, അവന്റെ ദൃഷ്ടാന്തങ്ങളിൽ പെട്ടതാണ് അൻ ഖലഖലകും മിൻ അൻഫുസികും അസ്വാജ, നിങ്ങളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഇണകളെ ഉണ്ടാക്കി തന്നത്. മനുഷ്യന്മാരും തന്നെ മനുഷ്യന്മാർക്ക് ഇണകളെ. എന്തിനാണ് ഇത്? ലിതസ്കുനു ഇലൈഹ, നിങ്ങൾ സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. ലിതസ്കുനു ഇലൈഹ, സമാധാനം നഷ്ടപ്പെടുന്ന ഒന്നും ദാമ്പത്യത്തിൽ ഉണ്ടാവരുത്. നിങ്ങളെ ഇണകളാക്കിയത് അതിനാണ്, ഉള്ള സമാധാനം പോകാനല്ല. പിന്നെന്തിനാണ്? സമാധാനം ഉണ്ടാവാനാണ്. വജഅല ബൈനക്കും മവദ്ദത്തം വറഹ്മ, ദാമ്പത്യ ജീവിതത്തിൽ ഇണകൾക്കിടയിൽ സ്നേഹവും കാരുണ്യവുമാണ് ഉണ്ടാവേണ്ടത്. സ്നേഹം ഉണ്ടാകണം, കാരുണ്യം ഉണ്ടാവണം, മവദ്ദത്തും റഹ്മത്തുമാണ് എന്ന് അള്ളാഹു പറയാം. ചിന്തിക്കുന്ന ആൾക്കാർക്ക് ഇതിലൊക്കെ ദൃഷ്ടാന്തം ഉണ്ട് എന്ന്. എപ്പോഴാണ് നമ്മൾ ചിന്തിക്കുക? ഉറ്റാലോചിക്കൽ എപ്പോഴാണ്? ഓരോ കാര്യങ്ങൾ ഓരോരുത്തരെ കാണുമ്പോൾ, ഓരോ കുടുംബം കാണുമ്പോൾ, ഓരോ കുടുംബത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ, ഓരോ വിഷയങ്ങൾ കേൾക്കുമ്പോൾ, ഓരോ അനുഭവങ്ങൾ കേൾക്കുമ്പോഴൊക്കെ നമ്മൾ ചിന്തിക്കും, അല്ലേ? ഇനി അതിന് ശേഷം ആകാശഭൂമികളെ സൃഷ്ടിപ്പും ഭാഷയിലും നിറത്തിലുമുള്ള വ്യത്യാസം, അതാണ് 22. അവിടെ ആയാത്തിൽ ആലമീനാണ്, ലോകർക്ക് ദൃഷ്ടാന്താണ്. വ്യത്യസ്ത നിറത്തിലുള്ള മനുഷ്യന്മാര്, വ്യത്യസ്ത ഭാഷ സംസാരിക്കുന്ന ആൾക്കാർ, ആകാശഭൂമികളെ പഠിച്ചത്, ഇതൊക്കെ ഈ ഭാഷയും ഇതൊക്കെ ഈ ആകാശഭൂമിക്ക് അടിയിലാണ്. എന്നിട്ട് അത് ദൃഷ്ടാന്തമാണത് ആർക്ക്? ലോകത്തുള്ള മുഴുവൻ ആൾക്കാർക്കും. ബാക്കി രാത്രി ഉറക്കം, പകലുള്ള നിങ്ങളെ യാത്ര, രാത്രി വീട്ടിൽ നിന്ന് ഉറങ്ങുന്നു, പകൽ നിങ്ങൾ മൈഷത്തിന്റെ മാർഗം തേടി പോകുന്നു. ഈ ദൃഷ്ടാന്തം ആർക്കാണ്? ശ്രദ്ധിച്ച് കേൾക്കുന്ന ആൾക്കാർക്ക്. ലിഖൗമി യസ്മഊൻ, കേൾക്കണോർക്ക്. കേൾക്കലും പഠിക്കലും ഒക്കെ യസ്മൗദറതാണ്. അതുള്ള മറ്റേതെന്തോ അങ്ങനെ ജീവിച്ച് നേരം വളർന്ന് വൈകുന്നേരമാണ്, കുറേ പണിക്ക് പോണ്, കുറേ രാത്രി വന്ന് കിടന്നുറങ്ങണ്, കുറേ ഭക്ഷണം കഴിക്കണ്. ഇതിലൊന്നും ഒരു ദൃഷ്ടാന്തം കാണൂല. പക്ഷേ പ്രമാണങ്ങൾ ഖുർആൻ സുന്നത്ത് കേട്ട് പഠിക്കുന്നവർക്ക് ദൃഷ്ടാന്തം ഉണ്ടാവും. അടുത്തത് ഇടിമിന്നലുകളാണ്. ഇടിമിന്നലുകൾക്ക് കൂടെ ആകാശത്ത് ഇടിമിന്നൽ ഉണ്ടാകുമ്പോൾ എന്തുണ്ടാകുന്നു? ഇടിമിന്നൽ എപ്പോഴാണ് ഉണ്ടാകുക? എന്താണ് ഇടി എന്ന് പറഞ്ഞാൽ? മിന്നലെന്താ? എന്തോ മിന്നി. എന്താ മിന്നല്? മേഘങ്ങൾ തമ്മിൽ കൂട്ടിമുട്ടാണ്, അല്ലേ? അപ്പം ആ പ്രകാശം, അതിന്റെ സൗണ്ടാണെന്ത്? ഇടി. അപ്പം ശബ്ദത്തേക്കാൾ പ്രകാശത്തിന് വേഗത കൂടുതലാണ്. ഫിസിക്സാണ്. ശബ്ദമാണോ പ്രകാശമാണോ വേഗത കൂടിയത്? പ്രകാശം. അതുകൊണ്ട് ആദ്യം മിന്നൽ വരണത്, പിന്നെ ഇടി വരണത്, അല്ലേ? അപ്പൊ ഇടി മിന്നൽ ഉണ്ടാകുമ്പം അതിന്റെ ശേഷം എന്തുണ്ടാകും? മഴ ഉണ്ടാകും. അതാണ് ഈ ആയത്ത്. വായിക്കാൻ സമയമില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ മഴ ഉണ്ടാകുമ്പം, ഈ ഇടിമിന്നലുകൾ ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്നൊരു പ്രതിഭാസമാണ് നൈട്രജൻ സംയുക്തം, N2. നൈട്രജൻ സംയുക്തം അന്തരീക്ഷത്തിൽ രൂപം കൊള്ളും. നല്ല 1 നമ്പർ വളമാണ് നൈട്രജൻ, N2. ഉടനെ മഴ പെയ്യും. മഴ പെയ്യുമ്പോൾ ഈ നൈട്രജൻ സംയുക്തമാകുന്ന വളം എവിടേക്കെത്തി? ഭൂമിക്കെത്തി, അല്ലേ? കാട്ടിലെ മരത്തിന്റെ വണ്ണത്ര നമ്മളാരെയും വളം കൊടുത്തണോ? നമ്മളാരെയും വളം ഇട്ടുകൊണ്ട് കൊടുത്തണോ? നമ്മളാരെയും നനച്ചു കൊടുത്തണോ? ഇല്ല. പിന്നെ എവിടുന്ന വളം കിട്ടി? അള്ളാഹ് കൊടുക്കുകയാണ്. ജീവനില്ലാത്ത വസ്തു മുളക്കാണ്. ഇപ്രകാരം ജീവനുള്ളതിന് ജീവനില്ലാത്തതിന് ജീവനുള്ളതാക്കി മാറ്റും. മണ്ണോട് മണ്ണ് ചേർന്ന സകല മനുഷ്യന്മാരെയും അത് എഴുന്നേൽപ്പിച്ച് കൊണ്ടുവരും. ദൃഷ്ടാന്താണ് ആർക്ക്? ആയാത്തിൽ ഖൗമിൻ യഖിലൂൻ. അതാ. ഇനി മേലെ ആദ്യം അവസാനം പറഞ്ഞ 2 ആയത്തിൽ പറഞ്ഞ കാര്യം എന്താ? ഒന്നാമത്തെ ആയത്തിൽ പറഞ്ഞത് വമിൻ ആയാത്തി അൻ ഖലഖക്കും മിൻ തുറാബിൻ സുമ്മ ഇദാ അൻതും ബശറുൻ തൻതശുറൂൻ. പിന്നീട് നിങ്ങൾ അതാ മനുഷ്യവർഗമായി, ആ മനുഷ്യവർഗം എന്താണ്? ഭൂമിയിലാകെ വ്യാപിക്കുന്നു. അത് പറഞ്ഞു വെച്ചു. മണ്ണുകൊണ്ട് പടച്ചു, പിന്നെ നിങ്ങൾ മനുഷ്യവർഗമായി, പിന്നെ ആ മനുഷ്യവർഗം ഭൂമിയിലാകെ അങ്ങോട്ട് വ്യാപിച്ചു. ഇനി അവസാനത്തെ ആയത്ത് സുമ്മ ഇദാ ദഅാക്കും ദഅവത്തൻ മിനൽ 25-ാമത്തെ അവസാനം നിങ്ങളെ ഒരു വിളി വിളിക്കും.
അപ്പോൾ നിങ്ങളതാ പുറത്തു വരുന്നു. സുബ്ഹാനല്ലാഹ്. നിങ്ങളൊരു വിളി വിളിക്കും, ആ വിളി വിളിക്കുമ്പോൾ നിങ്ങൾ ഭൂമിന്റെ അടിയിൽ നിന്ന് പുറത്തേക്ക് വരും. ഭൂമിന്റെ പുറംഭാഗം ആദ്യത്തെ ആയത്തില്, ഭൂമിന്റെ അകംഭാഗം അവസാനത്തെ ആയത്തില്. ഭൂമിന്റെ പുറത്ത് മനുഷ്യവർഗം അതാ പെറ്റ് പെരുകി വ്യാപിച്ച വർഗമായി തീർന്നു. അതെവിടെ? പ്രഖ്യാപിച്ചു. അവസാനത്തെ വമിനായാത്തി എന്ന് പറഞ്ഞതിനടുത്ത് ഭൂമിന്റെ ഉള്ളില് എല്ലാവരും മരിച്ചു, ഒക്കെ ഭൂമിയിൽ ലയിച്ചു ചേർന്നു. പിന്നെ ഒരു വിളി, ആ വിളി വിളിക്കുമ്പോൾ നിങ്ങളതാ എഴുന്നേറ്റ് വരുന്നു. സുബ്ഹാനല്ലാഹ്. അതിന്റെ അടിയിലാണ് ഈ കാര്യങ്ങളൊക്കെ. ഇതാണ് നമ്മുടെ ജീവിതം. ഇത് പറഞ്ഞു തരലാണ് ഖുർആൻ, ഇത് അറിയിച്ചു തരലാണ് ഖുർആൻ. അള്ളാഹു ഈ കാര്യം ഇതൊക്കെ സംവിധാനിച്ച പടച്ചോൻ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന് നമ്മളെ അറിയിക്കുകയാണ് ചെയ്യുന്നത്. അതിനാണ് അള്ളാന്റെ കലാമ്. സഹോദരങ്ങളെ, ഇത് ഇങ്ങനെ തന്നെ ഖുർആനിന്റെ മുന്നിൽ ഒന്ന് ഇരുന്ന് കണ്ണ് തുറന്നു വെച്ച് ഹൃദയം തുറന്നു വെച്ച് ഖുർആനെ പഠന വിധേയമാക്കണം. അപ്പൊ നമുക്ക് വർദ്ധിക്കും. എന്ത്? ഇദാ തുലിയത്ത് അലൈഹിം ആയാത്തുഹു സാദത്തുഹും ഈമാന. പിന്നെ നമുക്ക് വേറൊന്നും പ്രശ്നമല്ല. നമ്മൾ ആരും ഡിപ്പെൻഡ് ചെയ്യൂല. വഅലാ റബ്ബിഹിം യതവക്കലൂൻ. നമ്മൾ ആരിൽ ബരമേൽപ്പിക്കും? അള്ളാഹു ബരമേൽക്കും. ഉന്നതമായ ഈമാനിന്റെ ഉടമകളായി നമ്മൾ മാറും. രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഒന്ന്, പിന്നെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്, ഇൻഷാ അല്ലാഹ് അടുത്ത വെള്ളിയാഴ്ച, എന്താണ് അടുത്ത വെള്ളിയാഴ്ച എൻ്റെ നാട്ടിൽ ഒരു പരിപാടിയുണ്ട്. നിങ്ങളെല്ലാവരും അങ്ങോട്ട് വരണം. ഞാൻ എന്നും ഇങ്ങോട്ട് വരണുണ്ടല്ലോ. ഇപ്പൊ കൊല്ലത്തിലൊരിക്കൽ പെണ്ണുങ്ങൾ വരണ്ട, സൗകര്യം ഉണ്ടാവില്ല. ആണുങ്ങൾ ബൗട്ടൊക്കെ കേൾക്കണ്ട, എല്ലാവരും അങ്ങോട്ട് വരണം. വെള്ളിയാഴ്ചൻ്റെ അന്ന് മഗ്‌രിബ് നിസ്കാരത്തിന് നമ്മളെ പള്ളിയിലെത്തണം. നമ്മളെ കൊടക്കാട് പള്ളിയിൽ, പടിഞ്ഞാറങ്ങാടി പള്ളിയിലെത്തണം മഗ്‌രിബ് നിസ്കാരത്തിന്. മറക്കരുത് ആരും. എല്ലാവരും വരണം, നിർബന്ധമായിട്ട് വരണം. മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞ ഉടനെ കുറച്ച് നേരത്തെ പ്രോഗ്രാം ഉണ്ട്. അവിടെ CP സലീം പങ്കെടുക്കുന്നുണ്ട്, ഞാനും ഉണ്ടാവും. അപ്പം നിങ്ങൾ അതിൽ പങ്കെടുക്കണം. പ്രത്യേകിച്ച് കാരണം വേറെ ഒന്നും ആൾക്കാരൊന്നും വരാനില്ല, നിങ്ങൾ തന്നെ വരാനുള്ളൂ. അതുകൊണ്ടാണ് പറഞ്ഞത് നിർബന്ധമായിട്ട് വരണം, അത് മറന്നു പോകരുത്. അതാണ് പ്രധാനപ്പെട്ട ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളെ പള്ളിൻ്റെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട സ്ത്രീകളൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾ ഇതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർ ഇവിടെ ഇപ്പുറത്തുണ്ട്, ബൗട്ടാക്കുണ്ട്, അഷ്റഫുണ്ട്, ഇവരൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ആരാണ് സെയ്ത ഹസന്, അപ്പം അവരൊക്കെ ഖുർആൻ ക്ലാസ്സിൽ കാണുന്നില്ല. അപ്പം ഉണ്ടോ? അപ്പം അവരങ്ങനെ ആളുകളെ, പിന്നെ റഫീഖ് ഇവരൊക്കെ ഉണ്ട്. ഇവർ ആരെങ്കിലും നിങ്ങൾക്ക് നിങ്ങൾ ആരുമായിട്ടാണ് ബന്ധപ്പെടാറുമ്പോൾ ബൗട്ടേക്കാട് അഷ്റഫ് ഇവിടെ ആരടുത്ത് അവരുടെ അടുത്ത് കൊടുത്താൽ മതി. അതിൻ്റെ നിങ്ങളെ പേരും പറഞ്ഞു കൊടുക്കുക, സംഖ്യയും പറഞ്ഞു കൊടുക്കുക. അപ്പോൾ അതിൻ്റെ റെസിറ്റും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടും. ആ കാര്യം അറിയിക്കുകയാണ്. പിന്നെ ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്, നമ്മളെ ക്ലാസ് ശനിയാഴ്ച തന്നെ ആയിരിക്കും. ഞായറാഴ്ച ചെന്നൈയിലെ ക്ലാസ് ഉള്ളതുകൊണ്ട് ശനിയാഴ്ച തന്നെ ആയിരിക്കും നമ്മളെ ക്ലാസ് ഉണ്ടാവുക എന്ന കാര്യം അറിയിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് വേറെ എന്തെങ്കിലും അറിയിക്കണ്ട? വാട്സപ്പ് ഇല്ലാത്തവര് ആരെങ്കിലും വിവരം അറിയിക്കാന്നുണ്ടെങ്കിൽ ആ നമ്പർ ഒന്ന് ഇവിടെ എഴുതി കൊടുത്തിട്ട് പോകണം. നിങ്ങളെ വാട്സപ്പ് നമ്പർ നിങ്ങളെ പേരും ഒരു കടലാസിൽ എഴുതിയിട്ട് ഇവിടെ കൊടുത്തിട്ട് പോവുക. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല എല്ലാം നമുക്ക് ഹൈറാക്കി തീർക്കട്ടെ. അറിവില്ലായ്മ വന്നു പോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു വിട്ടുപുറത്ത് മാഫാക്കി തരട്ടെ. നമ്മുടെ ബന്ധുക്കളും നമ്മുടെ സ്നേഹിതന്മാരും നമ്മളെ ഏറ്റവും അടുത്ത ആൾക്കാരും നമ്മുടെ അയൽവാസികളൊക്കെയാണ് തെറ്റായ വിശ്വാസം വെച്ചു പുലർത്തുന്ന ആൾക്കാർ, പ്രമാണങ്ങളിൽ നിന്ന് അകന്നു പോകുന്നവർ. അവരോടൊന്നും നമ്മൾ വാശിക്കും വക്കാണത്തിനും പോകണ്ട. അവരോടൊന്നും നമ്മൾ കയർത്ത് സംസാരിക്കണ്ട. നമ്മളെ ബന്ധുക്കളാണ്, കുടുംബങ്ങളാണ്, നാട്ടുകാരാണ്, നമുക്കിഷ്ടപ്പെട്ട ആൾക്കാരാണ്. പക്ഷെ നമുക്ക് ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഖുർആനിലും സുന്നത്തിലും ഒരു കാര്യം കണ്ടാൽ അവിടെ നമ്മൾ നിൽക്കണം. അത് നമുക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കൽ നിർബന്ധമാണ്. അത് സ്നേഹത്തോടു കൂടി താല്പര്യത്തോടു കൂടി നമ്മൾ ബോധ്യപ്പെടുത്തി കൊടുക്കുക. അപ്പോൾ ഇങ്ങോട്ട് ദേഷ്യം പിടിച്ചാൽ ചൂടാകുമ്പോൾ നമ്മളൊന്നും തിരിച്ച് വർത്താനം പറയരുത്. സ്നേഹത്തോടു കൂടി മാത്രം പറഞ്ഞു കൊടുക്കുക, കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക, നമ്മളെ ബാധ്യത എത്തിച്ചു കൊടുക്കുക എന്നുള്ളത് മാത്രമാണ്. ഹിദായത്തിലാക്കാൻ പഠിച്ചവർക്ക് മാത്രമേ പറ്റൂ, നമ്മളെ കൊണ്ട് പറ്റൂല. ആ കാര്യം തിരിച്ചറിയുക. സ്നേഹത്തോടു കൂടി നമ്മൾ ഈ പഠിച്ച കാര്യങ്ങളൊക്കെ ബാക്കിയുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമ്മൾ പരിശ്രമിക്കുക. അള്ളാഹു നമ്മെ സഹായിക്കുമാറാവട്ടെ. റബ്ബനാ തഖബ്ബൽ മിന്ന. നാളെ അവിടുത്തെ പരിപാടി സ്ത്രീകൾക്ക് സൗകര്യം ഉണ്ടാവും പീസ് ഓഡിറ്റോറിയത്തിൽ. നാളത്തെ പരിപാടി പീസ് ഓഡിറ്റോറിയം. അപ്പോൾ അവിടെ പ്രമാണങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അത് മഗ്‌രിബിന് ശേഷമാണ്, ഓഡിറ്റോറിയത്തിലാണ് ആ പരിപാടിയിൽ എല്ലാവരും പങ്കെടുക്കുക. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. പരപ്പനങ്ങാടി പീസ് ഓഡിറ്റോറിയം നാളത്തെ പരിപാടി.